കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ദൈവ കരുണയുടെ അപ്പോസ്തലയായി പരിശുദ്ധ സഭ ഉയർത്തിയിരിക്കുന്ന വിശുദ്ധയായ മറിയ ഫൗസ്റ്റീനാമ്മയ്ക്ക് കർത്താവ് നരക ദർശനം കൊടുത്തു. പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം നരകത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നു. നമ്മുടെ കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ നിത്യ നരകത്തെ പഠിപ്പിച്ചു. കർത്താവ് ഇത്രയും കൃത്യതയോടെ നിത്യ നരകത്തെ പഠിപ്പിച്ചിരിക്കുക സഹോദരങ്ങളെ. ആ നരകത്തിന് പ്രത്യേകതകളൊക്കെ എത്ര സ്പഷ്ടമായിട്ട് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് എന്താ നമ്മളാരും അവിടെ എത്താതിരിക്കാനാണ്. നമ്മളാരും ഈ നിത്യ നരകത്തിന് അർഹരാകാതിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ പ്രബോധനങ്ങൾ. മറിയ ഫൗസ്റ്റീന വ്യക്തമായി ആ നരക ദർശനം കണ്ട് എന്താണ് സാക്ഷ്യപ്പെടുത്തിയത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വായിച്ച്. ഫൗസ്റ്റീന നരക ദർശനം ശേഷം എഴുതിയത് ദൈവത്തിൻ്റെ കൽപ്പനയാൽ. ഒന്നിച്ചു വായിക്കണം. സിസ്റ്റർ ഫൗസ്റ്റീന കൊവൽസ്ക നരകത്തിൻ്റെ അഗാധ ഗർത്തങ്ങൾ സന്ദർശിച്ചു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഒരു നരകമുണ്ടെന്ന് അവിശ്വസിച്ച ആത്മാക്കളാണ് അവരിലേറെയും. ഈ ജീവിതകാലത്ത് നരകമില്ല എന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും വിശ്വസിക്കുകയും ചെയ്ത ഒത്തിരിയേറെ ആത്മാക്കൾ നിത്യ നരകത്തിൽ ഫൗസ്റ്റീന കാണുകയാണ്. എന്ത് ദാരുണമായൊരവസ്ഥ സഹോദരങ്ങളെ. അത് വലിയ പീഡകളുടെ ഒരു സ്ഥലമാണ്. എത്ര ഭയാനകമായ രീതിയിൽ ബൃഹത്തും വിസ്തൃതവുമാണ് അത്. ഞാൻ കണ്ട പീഡകൾ ഇവയാണ്. 7 പീഡകളായിട്ടാണ് ഫൗസ്റ്റീനമ്മ ആ ഡയറി കുറിപ്പിൽ ഈ നരകത്തിൻ്റെ അവസ്ഥകൾ വിവരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പീഡയായി എന്താണ് അതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അസാന്നിധ്യം. നരകത്തെ നരകമാക്കി മാറ്റുന്നത് അവിടെ കർത്താവില്ല. ഒരിക്കലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരില്ല. നരകത്തെ നരകമാക്കുന്നത് കെടാത്ത തീയോ ചാകാത്ത പുഴുവോ അല്ലെങ്കിൽ അവിടെ ആ ഇരുളിൻ്റെ ഗർത്തങ്ങളോ പിശാചിൻ്റെ സാന്നിധ്യമോ അലറിയോ അല്ലെങ്കിൽ ദുഷിപ്പ് വാക്കുകളോ ഇതൊന്നുമല്ല. അവിടെ കർത്താവില്ല. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. അപ്പം ദൈവത്തിൻ്റെ അസാന്നിധ്യമാണ് നരകത്തിൻ്റെ ഏറ്റവും ഭയാനകത. അതാണ് നരകത്തെ നരകമാക്കുന്നത്. ഇതാണ് മറിയ ഫൗസ്റ്റീന കണ്ട ഒന്നാമത്തെ കാര്യം. നമ്മൾ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് പഠിപ്പിച്ചു. പരിശുദ്ധ സഭ പ്രബോധനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. രണ്ടാമത്തെ പീഡയായി എന്താ ഫൗസ്റ്റീനമ്മ പറയുന്നത്? നിരന്തരമായ മനസാക്ഷിക്കുത്താണ്. നിരന്തരമായ മനസാക്ഷിക്കുത്ത്. ഗിൽറ്റി, ഭയങ്കരമായ കുറ്റബോധവും മനസാക്ഷിക്കുത്തും. ആലോചിച്ച് നോക്കി എന്തൊരവസ്ഥയാ. 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തേക്കല്ല, രാപ്പകൽ, അതും എക്കാലം, നിത്യകാലം, ഫോർ എവർ മനസാക്ഷിക്കുത്ത്. മൂന്നാമത്തെ പീഡയായി എന്താണ് ഫൗസ്റ്റീന കണ്ടത്? തൻ്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. ഒരു ആത്മാവ് നിത്യ നരകത്തിൽ അകപ്പെട്ടാൽ പിന്നെ ഒരു മാറ്റമില്ല. അവിടുന്ന് പുറത്തു വരാൻ പറ്റില്ല. പിന്നെ അനുതാപമില്ല, മാനസാന്തരമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കും നരകത്തിൽ നിന്നൊരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. നരകത്തിൽ ആരൊക്കെയാണുള്ളത് നമുക്കറിയില്ല. അത് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ആരെയും വിധിക്കാൻ, സഭയ്ക്ക് പോലും അതറിയില്ല. സഭ പോലും അത് പഠിപ്പിക്കുന്നില്ല. കാരണം അത് കർത്താവിൻ്റെ നിത്യജ്ഞാനത്തിലുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, നരകത്തിൽ ആത്മാക്കളുണ്ട്. അതാരൊക്കെയാണ് പ്രവേശിക്കുക, അവരുടെ കാറ്റഗറി പറയുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ വ്യക്തി എന്ന് സ്പെസിഫിക് ആയിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നരകത്തിലൊരു ആത്മാവ് നിബന്ധിച്ചാൽ ആ ആത്മാവിനെ വീണ്ടെടുക്കുവാനോ രക്ഷിക്കുവാനോ സഭയ്ക്ക് സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യപ്രബോധനമല്ല. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. നമുക്ക് ആത്മാക്കളെ സഹായിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് ശുദ്ധീകരണ ആത്മാക്കളെ മാത്രമാണ്. അവർക്ക് നിത്യ സൗഭാഗ്യ പ്രവേശനമുണ്ട്. നാലാമത്തെ പീഡ എന്താണ്? ആത്മാവിനെ നശിപ്പിക്കാതെ ഭീകരവേദനയോടെ ചുഴിഞ്ഞിറങ്ങുന്ന ആത്മീയ തീ. ഈ അഗ്നി ദൈവക്രോധത്തിൻ്റെ അഗ്നിയാണ്. ദൈവക്രോധത്തിൻ്റെ തീ. അഞ്ചാമത്തെ പീഡയായി ഫൗസ്റ്റീന കണ്ടത്
നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും, ചീഞ്ഞ ദുർഗന്ധം. ദൈവമേ, അത് എല്ലാ നിത്യകാലം ആലോചിക്കണം. 10 മിനിറ്റ് അല്ല, നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും. ഇരുട്ടാണെങ്കിലും ദുഷ്ടാരൂപികൾക്കും ശാപമേറ്റ ആത്മാക്കൾക്കും തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങളുടെയും അവരുടെ മുഴുവൻ തിന്മകളും കാണാൻ സാധിക്കും. 6ാമത്തെ പീഡയായി ഫൗസ്റ്റീൻ എന്താണ് എഴുതിയത്? സാത്താന്റെ നിരന്തരമായ സാന്നിധ്യം, പിശാചിന്റെ നിരന്തരമായ സാന്നിധ്യം. 7ാമത്തെ പീഡയായി എന്താ ഫൗസ്റ്റീനെ കണ്ടത്? ഭീകരമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും ദൈവദൂഷണങ്ങളും ശാപവാക്കുകളും മറ്റും. സഹോദരങ്ങളെ, ഇത് കൊടിയ തകർച്ചയാണ്. ഒരു ആത്മാവിന് നിത്യനാശം സംഭവിക്കുമ്പോൾ ഈ തകർച്ചയാണ് സംഭവിക്കുന്നത്. അതെത്ര ഭീകരമാണ് സഹോദരങ്ങളെ, അതെത്ര കഠോരമായ ഭീകരമായ ഒരവസ്ഥ. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. നമ്മളാരും അവിടെ എത്തിച്ചേരുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ പരിശുദ്ധ സഭ, നമ്മുടെ സഭ ആഗ്രഹിക്കുന്നില്ല, നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ദൈവഭയത്തോടെ ജീവിക്കേ, പരിശുദ്ധാത്മാവിൽ ജീവിക്കേ, ദൈവവചനത്തിൽ ജീവിക്കേ, കൃപയിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ ജീവിക്കേ. നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാടുന്നില്ല, എന്താ പാടുന്നത്? യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഒരിക്കൽ കൂടെ നേറ്റു പറഞ്ഞേ, യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്.